ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ജില്ലയിൽ ഏറ്റവും ആദ്യം പ്രചാരണ രംഗത്തേക്ക് എത്തിയത് LDF സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഏത് തരത്തിലാണ് മുമ്പോട്ടുള്ള ഒരു പ്രചാരണ പ്രവർത്തനം? നമ്മൾ ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പാർലമെന്റ് മണ്ഡലത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു സ്ഥാനാർത്ഥി എന്ന നിലയിൽ. പക്ഷേ പരിമിതികളുണ്ട്. മുഴുവൻ ആളുകളെയും മുഴുവൻ കാണാനോ അല്ലെങ്കിൽ മുഴുവൻ വ്യക്തികളിലേക്കും എത്തിച്ചേരാനോ സാധിക്കില്ല. വലിയ പാർലമെന്റ് മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടനാ സംവിധാനം കൃത്യമായി അത് ഏറ്റവും ബൂത്ത് തലത്തിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ നന്നായി നടത്തുന്നുണ്ട്. ഗൃഹസന്ദർശനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഒരു ഘട്ടം പിന്നിട്ടിട്ടുണ്ട്. മിക്കവാറും മേഖലകളിൽ പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടുണ്ട്. 1, 2 ഘട്ടം ഗൃഹസന്ദർശനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് നോമിനേഷൻ കൊടുത്തു. നാളെ രാവിലെ കുമളിയിൽ സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗികമായ പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുകയാണ്. കുമളിയിൽ ബഹുമാന്യനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നാളെ രാവിലെ 7:30 നമ്മളുടെ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്ന് മുതൽ 22-23 തീയതി വരെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ആസൂത്രണം ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥി ചിട്ടയോടുകൂടി നടക്കുന്ന സ്ഥാനാർത്ഥി പര്യടന പരിപാടികളിലൂടെ ഏതാണ്ട് മുഴുവൻ ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാനം 26 തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഈ ജില്ലയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാകും. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പൂർണ്ണമായും ആത്മവിശ്വാസത്തിലാണ്. ഈ ഏറ്റവും കൂടുതൽ ഈ ഉടുമ്പൻചോല എന്ന് പറയുന്നത് ഏലത്തിന്റെ ഒരു മേഖലയാണ്. ഏലം മേഖലയിൽ നിൽക്കുമ്പോൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്പൈസസ് ബോർഡിന്റേതായിട്ടുള്ള യാതൊരു സഹായങ്ങളും കിട്ടുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉറപ്പെന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ പാർലമെന്റ് അംഗമായിരിക്കുന്ന സമയത്ത് ഏലം മേഖലയിലെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്തു. ഇപ്പം മിനിമം ഇമ്പോർട്ട് പ്രൈസ് ഏലത്തിന് ഉണ്ടായിരുന്നില്ല. അത് 2015 നമ്മുടെ ഇടപെടലിലൂടെയാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം കൊണ്ടുവരുന്നത്. അപ്പോൾ മിനിമം ഇമ്പോർട്ട് പ്രൈസ് 500 രൂപയാക്കി വെക്കുമ്പോൾ ഇത് ആസിയാൻ പോലുള്ള സാപ്ത പോലുള്ള അല്ലെങ്കിൽ മറ്റ് കരാറുകൾ ഒരു കരാറിലും ഉൾപ്പെടാത്ത ഒന്നാണ് ഏലം. കാരണം ഗോട്ടിമാലയുമായി നമുക്ക് കരാറുകളില്ല. അതുകൊണ്ട് തന്നെ ഏലം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ വെറുതെ കിട്ടുന്ന ഏലത്തിന് പോലും 500 രൂപയുടെ 75% നികുതി അടച്ചാൽ മാത്രമേ ഏലം കൊണ്ടുവരാൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ഏലം വെറുതെ ഗോട്ടിമാലയിൽ കിട്ടിയാൽ പോലും ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ ആ ഏലത്തിന് ഏതാണ്ട് 850-900 രൂപ വില വരുന്ന സാഹചര്യം ഉണ്ടായി, ടാക്സും ഹാൻഡ്ലിംഗ് ചാർജ്. അതുകൊണ്ടാണ് ഏലത്തിന് അന്ന് മുതൽ ഏതാണ്ട് ഇന്ന് വരെ 1000 രൂപയ്ക്ക് താഴേക്ക് ഏലം വില കാര്യമായി പോയിട്ടില്ല. 800, 900, 1000 രൂപ അല്ലെങ്കിൽ അതിന് മുകളിലേക്കാണ് നിൽക്കുന്നത്. പക്ഷെ അതുകൊണ്ടും ഏല മേഖലയുടെ പ്രതിസന്ധി പരിഹരിക്കപ്പെടില്ല. അതിന് സമഗ്രമായ ഇടപെടലുകളാണ് ആവശ്യം. നമ്മളന്ന് 2014 മുതൽ 19 വരെയുള്ള കാലത്ത് സ്പൈസസ് ബോർഡിന്റെ ഇടപെടലുകളുടെ സബ്സിഡിയും മുടങ്ങിക്കിടന്നതിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പക്ഷെ പിന്നീട് സ്പൈസസ് ബോർഡുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇടപെടലുകൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സ്പൈസസ് ബോർഡ് അതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴുള്ള നിലവിലുള്ള ജനപ്രതിനിധിയെക്കുറിച്ച് ഞാനത് പറയുന്നില്ല. പക്ഷേ ഇനി മുന്നോട്ട് ഏലം മേഖലയിൽ സമഗ്രമായ ഇടപെടൽ ആവശ്യമാണ്. അത് സ്പൈസസ് ബോർഡുമായി ബന്ധപ്പെട്ട് വേണം, അല്ലാതെ അവിടുത്തെ കർഷകരെ സംഘടിപ്പിച്ചും വേണം. ഏലത്തിന്റെ ഇന്നത്തെ ഉൽപാദന ചെലവിനനുസരിച്ചിട്ടുള്ള, അതുപോലെ ഭൂമി വിലയും മറ്റ് മുതൽ മുടക്കിനും അനുസരിച്ചിട്ടുള്ള വില കിട്ടുന്നില്ല. അത് കിട്ടുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവണം. അതിന് ഇപ്പോൾ ഏലത്തിന്റെ ഏറ്റവും താഴെ ഏലത്തിന്റെ തോട്ടം തൊഴിലാളികൾ തുടങ്ങി കൃഷിക്കാർ, ചെറുതും വലുതുമായ കൃഷിക്കാർ, അതിനകത്ത് വലിയ തോട്ട ഉടമകൾ, അതുപോലെ തന്നെ ഏലവുമായി ബന്ധപ്പെട്ട ഓപ്ഷനേഴ്സ്, ട്രേഡേഴ്സ്, മറ്റ് ഡ്രയറിംഗ് യൂണിറ്റുകളും മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പൂർണ്ണമായും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏലം മേഖലയെ പൂർണ്ണമായും നമ്മൾ സമഗ്രമായി പുനഃസംഘടിപ്പിക്കണം. നിലവിലുള്ള ട്രേഡിംഗ്, നിലവിലുള്ള ഓപ്ഷൻ, നിലവിലുള്ള സംവിധാനങ്ങൾ അതിനെ പൂർണ്ണമായും പുനഃസംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും പരസ്പര വിശ്വാസത്തിൽ നിലനിർത്തിക്കൊണ്ട് ഏലത്തിന് ഏറ്റവും കുറഞ്ഞത് ഒരു 2200-2400 രൂപ കിലോയ്ക്ക് വില കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഉണ്ടാവേണ്ടത്. ആ ഏകോപന പ്രക്രിയയ്ക്ക് ആവശ്യമായ കൃത്യമായ മാർഗരേഖ ഏലം കർഷകരുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. എന്തായാലും അത്തരത്തിലാണ് ഏലം മേഖലയുടെ അടക്കം ജില്ല നേരിടുന്ന എല്ലാ വിഷയങ്ങളും അടിവരയിട്ടുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനത്തിലേക്കാണ് LDF സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നത്. അതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ടാണ് പ്രചരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.